നീ എന്താ ഇങ്ങനെ നനഞ്ഞു വരുന്നേ? ഒതുങ്ങാൻ സ്ഥലം കിട്ടിയില്ലമ്മേ, അതാ മൊത്തം നനഞ്ഞു. ചെല്ല്, ആദ്യം ഡ്രസ്സ് മാറ്റി തല തുടക്കേ. ആ അമ്മേ, കോഫി അമ്മേ. ദാ അവിടെ ഫ്ലാസ്കിലുണ്ട്. വരുന്നു. ഡാ ഇവിടെ ഇരുന്നോണ്ടിരിക്കില്ലേ, കഥവും തുറന്നൂടെ? ചെവി കേൾക്കാത്തതിനെ പോലെ ഇരുന്നോണ്ടിരിക്കുന്നേ. ഡീ വരാന്ന് പറഞ്ഞില്ല, എന്തിനിങ്ങനെ ബെല്ലടിക്കുന്നേ? നീയും നന്നായി നനഞ്ഞു അല്ലേ? ഇനി പനി തലവേദന എന്ന് പറഞ്ഞ എന്റെ ജീവൻ എടുത്തോ. എന്നാ പിന്നെ നിങ്ങളുടെ അച്ഛനോട് വന്ന് കൊട പിടിക്കാൻ പറ. ഇതിനെല്ലാം കാരണം നിങ്ങളുടെ അച്ഛനാ, പറയുന്നത് കേട്ടില്ലേ? എന്താ ഈ പട്ടി ചേർലിരുന്ന് കോഫി പിടിക്കുന്നേ? അമ്മ, ഫ്ലാസ്ക് കാലിയാണല്ലോ. നിനക്കുള്ളത് അതിനകത്ത് വെച്ചിരുന്നതാ. എടാ വാസു, മൊത്തം നീ ഒഴിച്ചെടുത്തോ? അല്ലമ്മേ, എനിക്ക് മാത്രം ഒഴിച്ചേ. എന്റെ കോഫി നീയാ കുടിച്ചത്. എന്റെ കോഫി തിരിച്ചാടാ. കോഫിയിൽ നിന്റെ പേര് എഴുതിയിട്ടുണ്ടോ? ഒന്ന് പൊടി. എന്റെ കോഫി താടാ. എന്റെ അമ്മ, ഒരു കോഫിക്കാണോ ഈ ബഹളം? ഞാൻ വേറെ കോഫി ഉണ്ടാക്കി തരാം. എനിക്ക് ഈ കോഫി തന്നെ വേണം. കോഫി താടാ. നിനക്ക് കോഫിയല്ലേ വേണ്ടേ? അത് മര്യാദക്ക് ചോദിച്ചുകൂടെ? അത് വിട്ടിട്ട് എന്താ അഹങ്കാരം നോക്കിയേ. എന്നാ ഞാനല്ല ചേട്ടനമ്മേ. വീട്ടിൽ കേറി വന്നാ തുടങ്ങും രണ്ടും കൂടെ. വീട്ടിലിരുന്നാലല്ലേ ഉള്ളൂ. വാ വാടി ഇങ്ങട്. അമ്മ ഞാനല്ല, എല്ലാം നീ കാരണോ? നീ കാരണമാണ് സംഭവിച്ചേ. ഞാൻ കാരണോ? നിന്നെ. ഹലോ, നിങ്ങൾ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ ഈ നാട് മുഴുവൻ കേൾക്കും. ഇപ്പൊ റോഡിലായോ നിങ്ങളുടെ വഴക്ക്? പെർമിഷൻ ഇല്ലാതെ മീറ്റിംഗ് നടത്തിയെന്ന് പറഞ്ഞാൽ പോലീസ് നിങ്ങളെ പിടിച്ചോണ്ട് പോകും. എന്നാ മോളെ, പെണ്ണല്ലേ നീ? ഒരു അടക്കം വേണ്ടേ? ആണുങ്ങൾക്ക് ഈക്വലായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പെണ്ണിനെ വളർത്താൻ പറഞ്ഞാൽ പിശാചിനെ വളർത്തി വെച്ചേക്കുന്നത്. ഹലോ, അത് നിങ്ങളുടെ വീട്ടിൽ പോയി പറ. ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ റോഡിലിരുന്നാ പറയുന്നേ. നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ? ഞങ്ങളെ പുറത്താക്കി നിക്കട്ടെ. അന്ന് നിങ്ങളുടെ വൈഫ് ബസ് സ്റ്റാൻഡിൽ വെച്ച് ആ വീട്ടിൽ പോകണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? അത് നിങ്ങൾ കേട്ടായിരുന്നോ? എന്തീ പറയുന്നേ? ഒന്ന് മിണ്ടാതിരിക്കടി. ഇതാണ് മോളെ എന്റെ ലൈഫ് വൈഫ്. അയ്യോ, അപ്പൊ അത് നിങ്ങളുടെ സെറ്റപ്പ് ആയിരുന്നോ? ഞാനൊരു ചീപ്പ് മേടിക്കണമെങ്കിൽ പോലും എന്റെ കെട്ടിയോളോട് ചോദിച്ചിട്ടേ മേടിക്കുള്ളൂ. സെറ്റപ്പ് വെക്കുവാണെങ്കിൽ ഞാനത് പറയത്തില്ലേ? നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടല്ലേ? സെറ്റപ്പ് കാണാതെ സെറ്റപ്പ് നോക്ക്. കല്യാണം കഴിഞ്ഞ അന്നോട്ട് നിന്റെ അടുത്ത് മാത്രം ഞാൻ അടിമടിച്ചോണ്ടിരിക്കുന്നത്. ഞാനിപ്പോ കാണിച്ചു തരാം. വേഗം ഡോറാബുജി, നീ എനിക്കൊരു പണി തന്നല്ലേ? ദേവി, എന്താ അവിടെ ഒരു ബഹളം? അറിയില്ലമ്മേ, അടുത്ത വീട്ടിലുള്ളവർ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു. വഴക്കിട്ടെന്നു? എന്റെ അമ്മയും അച്ഛനും വഴക്കൂടാൻ കാരണം ഇവരാ. അതും ചെയ്യും നിങ്ങള്. ഞാൻ എന്താ വരുന്നു. അതെ, വീട്ടിൽ എന്ത് സംഭവിച്ചാലും ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാ മതിയോ? പിള്ളേർ ഓരോന്ന് ഒപ്പിച്ചു വെക്കുന്ന കാണുന്നില്ലേ? ഞാൻ ഇങ്ങനെ കിടന്ന് ഇവിടെ ഒച്ച വെക്കുന്നില്ലേ? എന്താടി നിന്റെ പ്രശ്നം? അയ്യോ, ദിവസം നടക്കുന്ന പ്രശ്നമല്ലേ? ഞാൻ ചോദിച്ച ഇപ്പൊ ശരിയാവുന്ന എവിടെ വരെ? അവിടെ നിൽക്കുന്നുണ്ട്, നോക്ക്. എടാ വാസു. ഇവിടെ ഇല്ലല്ലോ. വാസു, വാസു. എന്റെ അമ്മോ. ദേവി. അച്ഛാ പഠിച്ചോണ്ടിരിക്കാ. ഇല്ലെന്നേ, അവരിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓർത്താണെന്ന് പറഞ്ഞിട്ട് അകത്തുനിന്നുള്ള ശബ്ദം വരുന്നത്. ഇല്ലെന്നേ, ഇവിടത്തെ. നിനക്കൊരു പണിയില്ല നീ. പിള്ളേരോട് വഴക്കിട്ടില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരും. അങ്ങനെയല്ല വാസു. രാത്രി ചപ്പാത്തി ഉണ്ടാക്കണേ. ഉണ്ടാക്കി തരാം ഞാൻ.